ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഈദിൻ്റെ അന്ന് എടുത്തതാണ്. അപ്പം ഉച്ചക്കത്തെ ബിരിയാണി പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിരിയാണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കേദാർ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനായിട്ട് അത് അങ്ങനെ അധികം മുള്ളൊന്നും ഇല്ലാത്ത നല്ല തിക്ക് ഫ്രഷ് ആയിട്ടുള്ള. പിന്നെ ഗീ റൈസ് നെയ്ച്ചോറ് അവിടെ ആയിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അനിയത്തിയും ഫാമിലിയൊക്കെ ഇങ്ങോട്ട് ബഹ്റിനിലായിരുന്നു, അവർ ഇങ്ങോട്ട് ഒമാനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വോയിസൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവർ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ വീട്ടിലോട്ട്, വേറെ ഫ്ലാറ്റിലോട്ട്, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ. അപ്പം ഇതിൻ്റെ സമയത്തൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുക്കിങ്ങൊക്കെ. അപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ രാജേട്ടൻ പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ. അപ്പോൾ അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻഡസ് വാലീൻ്റെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇത് കാസ്റ്റ് അയൺ തവയാണ് കേട്ടോ. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ നോൺ സ്റ്റിക്ക് അല്ല, കാസ്റ്റ് അയൺ ആണ്. അത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യുമ്പം ഓൾറെഡി പ്രീ സീസൺഡ് ആണ്. എന്നാലും നമ്മൾ 2 ദിവസം ഇങ്ങനെ സീസൺ ചെയ്ത് വെക്കുക. എന്നാലാണ് കുറച്ചും കൂടി നോൺ സ്റ്റിക്ക് എഫക്റ്റ് കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എന്തായാലും പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഞാനിതിൽ അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച ഉടനെ യൂസ് ചെയ്യാണ്ട് പ്രീ സീസൺ ചെയ്യണം കേട്ടോ ആദ്യം തന്നെ. ഇൻഡസ് വാലീൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ ഇതിന് മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ ആയിട്ടും. അപ്പോൾ ഈ കാസ്റ്റ് അയണിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ അവരത്. ഈ കടായി ആണെങ്കിലും പിന്നെ സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഇതുണ്ടല്ലോ, അതും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലും കയറി നോക്കാം, www.theindussvalley.in എന്നാണ്. പിന്നെ ബിന്ദു രാജേഷ് എന്നുള്ള കോഡ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അത് മറക്കരുത്. അപ്പം അവർ ഡിസ്കൗണ്ട് കൂടാതെ എക്സ്ട്രാ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ അതും യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും വെബ്സൈറ്റ് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മാത്രമല്ല വേറെ പലതും ഉണ്ട് കേട്ടോ. അത് ഇൻഡസ് വാലീൻ്റെ നിങ്ങൾ നോക്കിയിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കുക. എന്തായാലും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി വരികയാണ്. അപ്പോൾ ഇത് അനിയത്തിൻ്റെ മോളാട്ടോ, ദയ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളെ കൂടെ തന്നെ കുക്കിങ്ങിനൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഇത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട്. അതാണ്. അപ്പം മുട്ട തോല് പൊളിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ദേമോള് വന്നതാണ്, ഞാൻ പൊളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സും, നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഫ്രൂട്ട്സ് നല്ല വാട്ടർമെലൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മസാല ഒന്ന് കുറച്ച് ഉള്ളിയും അങ്ങനെ ഇതൊക്കെ ആയിട്ട് മസാല റെഡിയാക്കിയിട്ട് അതിലേക്ക് ഈ ബോയിൽഡ് ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു മുകളിലിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരിഞ്ഞെടുക്കില്ല, എന്നിട്ട് ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പം നല്ല ടേസ്റ്റാട്ടോ അത്. അപ്പോൾ ഇത് ഇവളൊരു സ്പെഷ്യൽ ഐറ്റമാണ്, നല്ല രസമുണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും അവിടെ ചെയ്യട്ടെന്ന് വിചാരിച്ചു. ഞാൻ അതിലോട്ടൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ, അവിടെ നിന്ന് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പം അനിയത്തിൻ്റെ പേര് ലിഞ്ചു എന്നാണ്, ഹസ്ബൻഡ് ബിനു. അപ്പോൾ അവരിവിടെ പിന്നെ കുറേ വർഷങ്ങളായിട്ട് അവർ ബഹ്റൈനിലാണ്. അപ്പം ഇവിടെ അവന് ജോലി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ ആ സ്ഥലത്ത് തന്നെയാണ് അവന് ജോലി കിട്ടിയതും. ഞങ്ങൾ ഫ്ലാറ്റിന് മുമ്പിലുള്ളൊരു ഫ്ലാറ്റിലാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ സമയത്ത്, ഈദിൻ്റെ ആ സമയത്ത്. പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വാട്ടർമെലൺ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർമെലൺ. അപ്പോൾ അവൾ ദേമോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നാളായില്ലേ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ പല തിരക്കുകളായിരുന്നു കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും. പ്രശ്നങ്ങൾ എന്നല്ല, ഇങ്ങനെ ഓരോരോ തിരക്കുകൾ. നമുക്ക് പ്രയോറിറ്റീസ് മാറുന്നതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പിന്നോട്ട് പോകുമല്ലോ, അങ്ങനെ ആണ്. പിന്നെ ഞങ്ങൾ ഈദിൻ്റെ സമയത്ത് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 4 വർഷങ്ങളൊക്കെ ആയി. ഇപ്പം 4 വർഷത്തിന് മേലെയായെന്ന് തോന്നും. എല്ലാ ഈദിനും ഫാസ്റ്റിംഗ് എടുക്കും. പക്ഷേ ഈ ഇതിനാണ് ആദ്യമായിട്ട് എല്ലാ ദിവസവും ഫാസ്റ്റിംഗ് എടുത്തത്. ഞാനൊരു 3 ദിവസം കണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജേട്ടൻ എല്ലാ ദിവസവും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡ്രൈ ഫാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ, വൈകുന്നേരം ആണ് ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ എഗ് ബോയിൽഡ് മസാല. അടിപൊളി ടേസ്റ്റാട്ടോ അത് ബിരിയാണീൻ്റെ കൂടെ ഒരു സൈഡായിട്ട്. കാരണം നമ്മൾ ചിക്കനും ഇതൊന്നല്ല, മീറ്റ് അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഒരു ഉഷാറ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് എഗ്ഗ് ആക്കിയതാണ്. ആ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷ് ബിരിയാണിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ കേദാർ ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ബിരിയാണിയിൽ. അപ്പം അത് ഫ്രൈ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ഒരുപാട് സമയമായി പോകുമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതല്ലേ, പല ടൈപ്പ് ബിരിയാണി. പിന്നെ നമുക്കിപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുക്കിംഗ് ചാനൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ.
അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ റെസിപ്പി ആയിട്ട് കാണിക്കാം. പിന്നെ അത് ബോറിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാണിക്കുമ്പം ബോറിംഗും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ, നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാത്രം അല്ലേ ഇത്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു പിടി പോലെയൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇനി ബിരിയാണി ഞാൻ ദം ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇനി അത് ഒന്നെടുത്തിട്ട് മിക്സ് ചെയ്യണം. ഞാൻ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ അത് ചെയ്യുന്നത്, അല്ലാണ്ട് മസാല വേറെ റൈസ് വേറെ അങ്ങനെയല്ല ചെയ്യൽ. അപ്പം ഫോട്ടോ എടുക്കാൻ, തംബ്നെയിലിൽ ഇടാൻ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇത് നല്ല രസമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമല്ലേ. അപ്പോൾ ഇപ്പം ഇവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി ബിരിയാണി ഒന്നും ആർക്കും വേണ്ടായിരുന്നു, എല്ലാവർക്കും ഇവിടെ തന്നെ മതിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും, നല്ല മസാലയൊക്കെ നല്ല പാകത്തിലായിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിയും കൂടെ കഴിച്ചു കേട്ടോ. പുറത്തുനിന്നുള്ള വാങ്ങിയ ബിരിയാണിയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രിത്തേക്കും കൂടി എടുക്കാൻ പറ്റി. പിന്നെ ഇതിൻ്റെ സാലഡ് ഒരു സ്പെഷ്യൽ സാലഡായിരുന്നേ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ക്യാരറ്റൊക്കെ ചെറുതായിട്ട് എരിഞ്ഞിട്ട് അതിനകത്ത് വിനെഗറും, ക്യാരറ്റും ഉള്ളിയും ചെറുതായി എരിഞ്ഞിട്ട് വിനെഗറും ഉപ്പും പിന്നെ കുറച്ച് പോംഗ്രനേറ്റും കൂടി ഇട്ടിട്ട് നല്ലൊരു സാലഡ്, ബിരിയാണിക്ക് നല്ല അടിപൊളിയാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പം കിച്ചണിലെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. ഒരാളും കൂടെ നമുക്ക് ജോലി ചെയ്യാൻ ഹെൽപ്പ് ഉണ്ടാകുമ്പോൾ നല്ല സുഖമല്ലേ, നല്ലൊരു നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരു എനർജി ആയിരിക്കും. പിന്നെ കിച്ചണിലാണെങ്കിൽ നമുക്കിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഭയങ്കര രസമല്ലേ. അങ്ങനെ എന്തായാലും ഇതാ ഭയങ്കര വെയിലാട്ടോ ഇപ്പം. അപ്പോൾ ഈ വെയിലൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു ഞാൻ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. രാവിലെ ഒരു ലോഡ് ഇട്ടതാണ്, ഇപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഡെയിലി വാഷ് ചെയ്യണം. അപ്പോൾ അത് അപ്പോഴേക്കും തന്നെ ഉണങ്ങി, ഒരു കുറച്ച് സമയം മതി, ഒരു അരമണിക്കൂർ മാക്സിമം മതി, അതിനുള്ളിൽ തന്നെ ഉണങ്ങിക്കോളും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ വിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും, പിന്നെ കളിക്കും, അങ്ങനെയൊക്കെയാണ്. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ. ഒരു മാസത്തോളം അവരോട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും, പിന്നെ ക്യാമറയായിട്ട് ഇങ്ങനെ പോകണം, പിന്നെ വോയിസ് കൊടുക്കാനായാലും കുറേ ഞാനിങ്ങനെ അതിൻ്റെ പിന്നാലെ പോകണ്ടേ. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലേറ്റ് ആയിപ്പോയത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കുറേ പേര് ചോദിച്ചായിരുന്നു അച്ഛൻ ഓക്കെ അല്ലേ, പിന്നെ നാട്ടിലാണോ, എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എനിക്കറിയാം, കാരണം അച്ഛനിങ്ങനെ അസുഖമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നതല്ലേ. അപ്പം അത് വിചാരിച്ചിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അച്ഛൻ ഇപ്പം ഓക്കെ ആണെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഒരാൾ ഹെൽപ്പ് വേണം ഇപ്പം എണീറ്റിരിക്കാനും നടക്കാനൊക്കെ. അമ്മ മാത്രമേ ഉള്ളൂ, ഹോം നേഴ്സിനൊക്കെ ആക്കിയിട്ടൊന്നും നമുക്ക് വിചാരിച്ച പോലെ ഒന്നും ആരെയും കിട്ടുന്നില്ല. എന്തായാലും ഇപ്പം അങ്ങനെ മാനേജ് ചെയ്തിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിം കളിക്കുകയാണ്. ഇത് അവർ കൊണ്ടുവന്ന കേട്ടോ, അവരുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നല്ലോ, അയ്യോ എനിക്ക് ഓർമ്മയില്ല, പേര് മറന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോരോ ഇങ്ങനെ എന്താ പറയുക, പീസസ് ആയിട്ട് ഇങ്ങനെ വുഡൻ പീസസ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ആര് ചെയ്യുമ്പോഴാണോ ഇത് ഇങ്ങനെ ബ്രേക്കായി വീഴുന്നത് അപ്പോൾ അവരാണ് ഫെയിലാവുക. അങ്ങനെയാണ് ഇതിൻ്റെ കളി. ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര രസമായിരുന്നു കളിക്കാനും കളി കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര ഇതുവാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ വീഴും എടുക്കുമ്പം, അപ്പോൾ അവരാണ് ഫെയിലാവുക കളിയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോയിട്ട് വരുമ്പം നല്ല ചെറുനാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു. പിന്നെ അവർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവർ പാല് കാച്ചലൊക്കെ ചെറുതായിട്ട് നടത്തി. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പതിവ് റുട്ടീൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരാം കേട്ടോ. ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട്, ഫ്രീ എന്ന് വെച്ചാൽ ഒരു റുട്ടീനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം പതിവുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇപ്പം പിന്നെ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഒരുപാട് നാളായല്ലോ വന്നിട്ട്, അപ്പോൾ അതുകൊണ്ടൊന്ന് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.